മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ അരങ്ങിലോ അഭ്രപാളിയിലോ പകർന്നാടിയിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയണം. അത്തരം കഥാപാത്രങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ് അച്ഛൻ പറഞ്ഞ കഥകളുടെ 24 ഭാഗം. മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിലേക്ക്. വടക്കൻ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഏവരും ദുഷ്ടനും ചതിയനുമായ മുദ്രകുത്തിയിരുന്ന ചന്തുവിന് MT തൻ്റെ ഭാവനയാൽ പുതിയ ഭാഷ്യം രചിക്കുകയും മമ്മൂട്ടി എന്ന മഹാനടൻ അത് അഭ്രപാളിയിലേക്ക് പകർന്നാടുകയും ചെയ്തപ്പോൾ ചതിയൻ ചന്തു ഏവരുടെയും മനസ്സിൽ വീരനായകനും പ്രിയപ്പെട്ടവനുമായി മാറി. അതുപോലെ തന്നെയായിരുന്നു മമ്മൂട്ടി ദളപതി സിനിമയിൽ ജീവൻ കൊടുത്ത ദുര്യോധൻ്റെ കഥാപാത്രവും. മഹാഭാരതത്തിൽ അധർമ്മപക്ഷത്തിൻ്റെ നേതാവും ദുഷ്ടകഥാപാത്രവുമാണ് ദുര്യോധൻ എങ്കിലും പാണ്ഡവരിൽ പലർക്കുമില്ലാതിരുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ദുര്യോധനുണ്ടായിരുന്നു. സൂര്യപുത്രനായി ജനിച്ച് സൂതപുത്രനായി മാറി ഏവരാലും അവഗണിക്കപ്പെട്ടവനായി കഴിഞ്ഞിരുന്ന കർണനെ ചേർത്ത് പിടിച്ച ദുര്യോധനൻ പിന്നീട് കർണനുമായി മരണം വരെ ഒരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. സൗഹൃദത്തിൻ്റെ മാതൃകയെ തന്നെ കരുതാവുന്ന ഈ ബന്ധത്തെ മണിരത്നം എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ഒരു കൊമേഴ്ഷ്യൽ തമിഴ് സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നടുകയും ദുര്യോധനെ പ്രതിനിധാനം ചെയ്ത ദേവ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയും കർണനെ പ്രതിനിധീകരിച്ച സൂര്യയെ രജനീകാന്തും അനശ്വരമാക്കുകയും ചെയ്തപ്പോൾ ദളപതി എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ജന്മമെടുത്തു. അങ്ങനെ മമ്മൂട്ടി തൻ്റെ പ്രതിഭയുടെ കയ്യൊപ്പ് പതിപ്പിച്ച ദുര്യോധന കഥാപാത്രമായ ദേവ പ്രേക്ഷകരുടെ മനം കവരുകയും ദുര്യോധനെ പോലും ആരാധിച്ചു പോകുന്ന തരം അസാധാരണമായ സ്ക്രീൻ പ്രസൻസും സ്വാഗും നമുക്ക് അനുഭവവേദ്യമാവുകയും ചെയ്തു. മഹാഭാരതത്തിലെ അത്യുജ്വലമായ കഥാപാത്രമാണ് ഭീഷ്മർ. സ്വന്തം പിതാവിനും സഹോദരങ്ങൾക്കും വേണ്ടി മരണം വരെ നിലകൊണ്ട ഭീഷ്മർ നിസ്വാർത്ഥതയുടെ പ്രതീകമാണ്. അസാമാന്യ യോദ്ധാവും ഏവരാലും ബഹുമാനിക്കപ്പെട്ടവനുമായ ഭീഷ്മരെ അമൽ നീരദ് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നടുകയും കൗരവപക്ഷത്തെ മറ്റ് പ്രമുഖ കഥാപാത്രങ്ങളെ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തപ്പോൾ 2022 ഭീഷ്മപർവം എന്ന സിനിമ ജന്മം കൊണ്ടു. അധികാരമോഹികളായ സഹോദരപുത്രന്മാരോട് നിനക്കൊക്കെ അധികാരം വേണമെങ്കിൽ എന്നെ കൊല്ലണമെന്നും പക്ഷേ എപ്പോൾ മരിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും ഞാൻ തീരുമാനിക്കും എന്ന മമ്മൂട്ടി കഥാപാത്രത്തിൻ്റെ ഡയലോഗ് അക്ഷരാർത്ഥത്തിൽ ഭീഷ്മർ എന്ന മഹാരഥൻ്റെ കഥയെ തന്നെ നിർവചിക്കുന്നതാണ്. മമ്മൂട്ടിയുടെ മൈക്കിളും മഹാഭാരതത്തിലെ ഭീഷ്മരും താതാത്മ്യം പ്രാപിക്കുന്നിടത്താണ് മമ്മൂട്ടി എന്ന മഹാനടൻ മലയാള സിനിമയിലെ മഹാമേരുവായി മാറുന്നത്. ഇനി മോഹൻലാലിലേക്ക്. നടനാവാൻ വേണ്ടി മാത്രം ജന്മമെടുത്തയാളെന്ന് നിസ്സംശയം പറയാവുന്ന അതുല്യ പ്രതിഭയാണ് മോഹൻലാൽ. മോഹൻലാൽ പകർന്നാടിയ മഹാഭാരതത്തിലെ ആദ്യ കഥാപാത്രം അഭിമന്യുവാണ്. തൻ്റെ അസാമാന്യ ശേഷിയാൽ ശത്രുപക്ഷത്തെ തച്ചു തകർത്ത് മുന്നേറുകയും ഒടുവിൽ യുദ്ധധർമ്മങ്ങൾ കാറ്റിൽ പറത്തി ശത്രുപക്ഷം സൃഷ്ടിച്ച ചതിയുടെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാനാവാതെ വീരചരമം വരിക്കേണ്ടിയും വരുന്ന ധീരയോദ്ധാവാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ കഥയെ ടി ദാമോദരൻ എന്ന ഹിറ്റ് മേക്കറായ തിരക്കഥാകൃത്ത് ബോംബെ അധോലോകത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്ലേസ് ചെയ്യുകയും പ്രിയദർശൻ എന്ന അതുല്യ സംവിധായകൻ അത് സ്ക്രീനിലേക്ക് പകർത്തുകയും ചെയ്തപ്പോൾ 1991 അഭിമന്യു എന്ന ചലച്ചിത്രം ജന്മമെടുത്തു. അഭിമന്യുവിനെ പ്രതിനിധാനം ചെയ്ത ഹരി എന്ന കഥാപാത്രത്തെ മോഹൻലാൽ തൻ്റെ അനായാസമായ അഭിനയ ശൈലിയാൽ അനശ്വരമാക്കി. സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ അഭിമന്യു ഒരു നൊമ്പരമായി മാറുകയും മോഹൻലാൽ പ്രേക്ഷക മനസ്സിലേക്ക് അനായാസം നടന്നു കയറുകയും ചെയ്തു. കർണനായി മാറിയ മോഹൻലാൽ. മഹാഭാരതം കണ്ട ഏറ്റവും വലിയ കഥാപാത്രമായ കർണന് കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപായി കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വന്നു. കർണൻ്റെ ഈ വ്യഥകളെ ഫാസൻ ഒരു സംസ്കൃത നാടകമാക്കി മാറ്റി. അങ്ങനെ പിറവിയെടുത്തതാണ് കർണഭാരം. കർണഭാരത്തെ ശ്രീ കാവാലം നാരായണപ്പണിക്കർ അരങ്ങിലെത്തിക്കുകയും മോഹൻലാൽ കർണനായി മാറുകയും ചെയ്തു. അസാധാരണ അഭിനയശേഷിയുള്ള ഒരു നടന് മാത്രം സാധ്യമാകുന്ന കർണഭാരത്തിലെ കർണനെ ലാൽ തൻ്റെ ജന്മസിദ്ധമായ അഭിനയശേഷിയാൽ അനശ്വരമാക്കി മാറ്റി. ഭീമനായി മാറിയ മോഹൻലാൽ. മഹാഭാരതത്തിലെ ഛായാമുഖി എന്ന മാന്ത്രിക കണ്ണാടിയുടെ കഥയെ പ്രശാന്ത് നാരായൺ എന്ന പ്രതിഭ അരങ്ങിലേക്ക് പകർത്തുകയും മോഹൻലാൽ ഭീമനായി നിറഞ്ഞാടുകയും ചെയ്തു. കീചകൻ്റെ റോളിൽ മുകേഷും ദ്രൗപദിയുടെ റോളിൽ അപർണ നായരും അരങ്ങിലെത്തി. മോഹൻലാലിൻ്റെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാണികളെ അമ്പരപ്പിക്കുകയും കർണഭാരം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഇതാണ് മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും അരങ്ങിലും അഭ്രപാളിയിലും എത്തിച്ച മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ. ഈ ലിസ്റ്റ് പൂർണ്ണമാണെന്നൊരിക്കലും അവകാശപ്പെടുന്നില്ല. സജഷൻസ് കമൻറ്റുകളായി പ്രതീക്ഷിക്കുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. മറ്റൊരു ഭാഗത്തിൽ കാണാം. താങ്ക് യു.